നമസ്കാരം, ന്യൂസ് ഈവനിങ്ങിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മഹിളാ കോൺഗ്രസ് മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് പാലക്കാട് ജില്ലയിൽ ഉജ്ജ്വല വരവേൽപ്പ്. കേരളത്തിലെ അമ്മമാരുടെ കണ്ണീരിന് വില കൽപ്പിക്കാത്ത മുഖ്യമന്ത്രിയെ താഴെയിറക്കാൻ മുൻപന്തിയിലുണ്ടാകുക അമ്മമാരും സഹോദരിമാരുമായിരിക്കുമെന്ന് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP. നേട്ടങ്ങൾ ആഘോഷിക്കാനില്ലാത്ത ഇടത് സർക്കാരിൻ്റെ വാർഷികാഘോഷം ധൂർത്തു മാത്രം. ജനങ്ങളോട് പ്രതിബദ്ധതയില്ലെന്ന് സർക്കാർ തെളിയിച്ചു കഴിഞ്ഞെന്നും ജെബി മേത്തർ. പോരാട്ടങ്ങളുടെ ആവേശസ്മരണകളുമായി നാടെങ്ങും മെയ് ദിനാഘോഷം. വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന റാലികളിൽ അണിനിരന്നത് ആയിരക്കണക്കിന് തൊഴിലാളികൾ. പല കേന്ദ്രങ്ങളിലും മെയ് ദിന റാലികൾ തൊഴിലാളി വർഗ ഐക്യത്തിന്റെ വിളംബരമായി. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് നഗരത്തിൽ പോലീസിന്റെ സ്പെഷ്യൽ പട്രോളിംഗ്. 4 പേർ കൂടി സ്പെഷ്യൽ പട്രോളിംഗ് ടീമിന്റെ പിടിയിൽ. ഇതുവരെ പിടിയിലായത് 19 മോഷ്ടാക്കൾ. വടക്കാഞ്ചേരി പാർലിക്കാട് നിയന്ത്രണം വിട്ട ലോറി ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ചു തകർത്തു. പോസ്റ്റ് ലോറിക്ക് മുകളിലേക്ക് ഒടിഞ്ഞു തൂങ്ങി. ആർക്കും പരിക്കില്ല. അപകടക്കെണിയായി മങ്കര വെള്ള റോഡിലെ കനാൽ പാത. പാതയോരത്ത് കൈവരി സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തം. മങ്കര താവളം കോട്ടായ റോഡിലെ വൻമരം അപകട ഭീഷണിയെന്ന് പരാതി. വാർത്തകൾ വിശദമായി. കേരളത്തിലെ അമ്മമാരുടെ കണ്ണീരിന് വില കൽപ്പിക്കാത്ത മുഖ്യമന്ത്രി പിണറായി വിജയനെ താഴെയിറക്കാൻ പോകുന്നത് അമ്മമാരും സഹോദരിമാരുമായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ടെന്ന് മഹിളാ കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷ അഡ്വക്കേറ്റ് ജെബി മേത്തർ MP. സർക്കാരിൻ്റെ 4ാം വാർഷികം ധൂർത്ത് മാത്രമാണെന്നും കേരളത്തിലെ ജനങ്ങളോട് എന്ത് പ്രതിബദ്ധതയാണ് LDF സർക്കാരിനുള്ളതെന്നും ജെബി മേത്തർ ചോദിച്ചു. കേരള പ്രദേശ് മഹിളാ കോൺഗ്രസിൻ്റെ മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് പട്ടാമ്പിയിൽ നൽകിയ സ്വീകരണ യോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു MP. മഹിളാ കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP നയിക്കുന്ന മഹിളാ സാഹസ് കേരള യാത്രയ്ക്കാണ് പട്ടാമ്പിയിൽ ഊഷ്മളമായ സ്വീകരണം നൽകിയത്. വിവിധ ജില്ലകളിലെ സ്വീകരണങ്ങൾക്ക് ശേഷം വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 12 മണിയോടെ പട്ടാമ്പി കോൺഗ്രസ് ഭവനിലെത്തിയ യാത്രയ്ക്ക് ഊഷ്മളമായ സ്വീകരണമാണ് മഹിളാ പ്രവർത്തകർ ഒരുക്കിയത്. പൊന്നാടയണിച്ച് സ്വീകരിച്ചു. മഹിളാ കോൺഗ്രസ് പട്ടാമ്പി മണ്ഡലം കമ്മിറ്റിയാണ് പട്ടാമ്പി കോൺഗ്രസ് ഭവനിൽ സ്വീകരണ പരിപാടി സംഘടിപ്പിച്ചത്. കേരളത്തിലെ അമ്മമാരുടെ കണ്ണീരിന് വില കൽപ്പിക്കാത്ത മുഖ്യമന്ത്രി പിണറായി വിജയനെ താഴെയിറക്കാൻ പോകുന്ന അമ്മമാരും സഹോദരികളുമാണെന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ടെന്ന് ജെബി മേത്തർ MP പറഞ്ഞു. സർക്കാരിൻ്റെ 4ാം വാർഷികം ധൂർത്ത് മാത്രമാണെന്നും കേരളത്തിലെ ജനങ്ങളോട് എന്ത് പ്രതിബദ്ധതയാണ് LDF സർക്കാരിനുള്ളതെന്നും അവർ ചോദിച്ചു. അമ്മമാരുടെ കണ്ണുനീരിന് വില കൽപ്പിക്കാത്ത മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ താഴെയിറക്കാൻ പോകുന്നത് കേരളത്തിലെ അമ്മമാരും സഹോദരിമാരും സ്ത്രീകളും തന്നെ ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. സാധാരണക്കാർ ദുരിതത്തിൽ നിന്നും ദുരിതത്തിലേക്കുള്ള ജീവിതത്തിൽ തെറ്റി വീണുകൊണ്ടിരിക്കുമ്പോൾ ആശുപത്രി, താലൂക്ക് ആശുപത്രിയിൽ ചെന്നാൽ മരുന്നില്ലാത്ത സാഹചര്യം സംജാതമായിരിക്കുമ്പോൾ, ഇവിടെ റേഷൻ കടയിൽ ചെല്ലുമ്പോൾ സാധനങ്ങളില്ലാതിരിക്കുമ്പോൾ, വൈദ്യുതിയുടെ ചാർജ് കൂട്ടുന്നു, വെള്ളക്കരം കൂട്ടുന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെ ശക്തിപ്പെടുത്തണം. കരുണയും കാരുണ്യവും നിറഞ്ഞ UDF സർക്കാർ ഇനി അധികാരത്തിൽ വരണമെന്നും ജെബി മേത്തർ MP സൂചിപ്പിച്ചു. നേരത്തെ സ്വീകരണ യോഗം KPC മെമ്പർ C സംഗീത ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ അനിത അധ്യക്ഷയായി. മഹിളാ കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് സിന്ധു രാധാകൃഷ്ണൻ, സുനിത, KT റുക്കിയ, ഇന്ദിര ദേവി, ET ഉമ്മർ, അഡ്വക്കേറ്റ് രാമദാസ്, ഉമ്മർ കീഴായൂർ, K ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പട്ടാമ്പി. കേന്ദ്ര സർക്കാരിൻ്റേത് തൊഴിലാളി വിരുദ്ധ നയമെന്ന് CPM പാലക്കാട് ജില്ലാ സെക്രട്ടറി N സുരേഷ് ബാബു. CITU പാലക്കാട് ഡിവിഷൻ കമ്മിറ്റിയുടെ മെയ് ദിന റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു യൂണിയൻ ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയായ N സുരേഷ് ബാബു. ഫാസിസ്റ്റ് ഭരണകൂടം തൊഴിലാളി സമരത്തിൻ്റെ ചരിത്രം പഠിക്കണമെന്ന് സുരേഷ് ബാബു ആവശ്യപ്പെട്ടു. രാജ്യസുരക്ഷയെപ്പോലും കേന്ദ്ര സർക്കാർ ലാഘവത്തോടെ കണ്ടതിൻ്റെ പ്രതിഫലനമാണ് പഹൽഗാം. രാജ്യത്തെ ഇൻ്റലിജൻസ് സംവിധാനം പരാജയപ്പെട്ടതിൻ്റെ തെളിവാണ് ഭീകരാക്രമണം. അനുഭവത്തിൽ നിന്ന് പാഠം പഠിക്കാതെ സേനാ നയങ്ങളിൽ വരുത്തിയ മാറ്റം തിരിച്ചടിയായി. തൊഴിലാളികളുടെ അവകാശങ്ങൾ കവർന്നെടുക്കാനാണ് കേന്ദ്ര സർക്കാർ ലേബർ കോഡുകളിൽ മാറ്റം വരുത്തിയത്.
മെയ് ദിന ചരിത്രം പഠിച്ചാൽ ഫാസിസ്റ്റ് ഭരണകൂടം തൊഴിലാളി ചൂഷണത്തിന് മുതിരില്ലെന്നും സുരേഷ് ബാബു പറഞ്ഞു. നവലിബറൽ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ രാജ്യങ്ങളിലെല്ലാം തൊഴിലാളി വർഗത്തിന് വലിയ പ്രയാസങ്ങളാണ് ഉണ്ടാകുന്നത്. തൊഴിലില്ലായ്മ വർദ്ധിക്കുന്നു, ഉള്ള തൊഴിൽ നഷ്ടപ്പെടുന്നു, വേതനം കുറയുന്നു, ജോലി സ്ഥിരത ഇല്ലാതാകുന്നു, ദാരിദ്ര്യം കൂടുതൽ മൂർച്ഛിക്കുന്നു. ഇത്തരത്തിൽ ലോകത്തിൽ ഇത്തരം നയങ്ങൾ നടപ്പിലാക്കിയ രാജ്യങ്ങളിലെ സാധാരണ മനുഷ്യൻ്റെ, തൊഴിലാളി വർഗത്തിൻ്റെ ജീവിതം ദുരിതമായി മാറുന്ന ഒരു അനുഭവമാണ് നവലിബറൽ സാമ്പത്തിക പരിഷ്കാരങ്ങൾ നടപ്പിലാക്കിയ എല്ലാ രാജ്യങ്ങളിലും നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഈ നയങ്ങൾക്കെതിരായിട്ടുള്ള ചെറുത്തുനിൽപ്പുകളും ഈ കാലഘട്ടത്തിൽ വിവിധ രാജ്യങ്ങളിൽ വലിയ പ്രക്ഷോഭങ്ങളിലൂടെ ഉയർത്തിക്കൊണ്ടുവരാനും സാധിച്ചിട്ടുണ്ട്. CITU ഡിവിഷൻ പ്രസിഡന്റ് PG രാംദാസ് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ K കൃഷ്ണൻകുട്ടി, V സരള, M ഹരിദാസ്, B വിജയൻ, A ബാബു, സമീർ ഖാൻ, K മഹേഷ്, ചിഞ്ചു ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. INTUC പാലക്കാട് റീജിയണൽ കമ്മിറ്റി മെയ് ദിന റാലി നടത്തി. മേഴ്സി കോളേജ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച റാലി KSRTC ബസ് സ്റ്റാൻഡിന് മുന്നിൽ സമാപിച്ചു. റാലിക്ക് ശേഷം നടന്ന മെയ് ദിന പൊതുയോഗം KPCC ജനറൽ സെക്രട്ടറി C ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. INTUC പാലക്കാട് റീജിയണൽ പ്രസിഡന്റ് അനിൽ ബാലൻ അധ്യക്ഷത വഹിച്ചു. പാലക്കാട് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് CV സതീഷ്, INTUC ജില്ലാ സെക്രട്ടറി ബിന്ദു പിരായിരി, AM അബ്ദുള്ള, അയ്യപ്പൻ, സെൽവൻ, മണ്ഡലം പ്രസിഡന്റുമാരായ ഷബീർ, സഹീർ, N ആസിഫ്, MA ഹക്കീം, റഫീഖ്, രാധാകൃഷ്ണൻ, നസീർ, അനീഷ്, ജയകൃഷ്ണൻ തുടങ്ങിയവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ലോക തൊഴിലാളി ദിനത്തോടനുബന്ധിച്ച് ചേലക്കരയിൽ സംയുക്ത ട്രേഡ് യൂണിയന്റെ നേതൃത്വത്തിൽ മെയ് ദിന റാലിയും പൊതുയോഗവും സംഘടിപ്പിച്ചു. നൂറുകണക്കിന് തൊഴിലാളികൾ റാലിയിൽ പങ്കെടുത്തു. ഭൂതാട്ടുകുളത്തിനു സമീപമുള്ള CPIM പാർട്ടി ഓഫീസ് പരിസരത്ത് നിന്ന് തുടങ്ങിയ മെയ് ദിന റാലി നഗരം ചുറ്റി ചേലക്കര ബസ് സ്റ്റാൻഡിന് സമീപത്തുള്ള ഓഡിറ്റോറിയത്തിൽ അവസാനിച്ചു. തുടർന്ന് നടന്ന പൊതുയോഗം HMKP തൃശൂർ ജില്ലാ സെക്രട്ടറി AS രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. AITUC ചേലക്കര ഏരിയ സെക്രട്ടറി K ജോസ് അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ വൈസ് പ്രസിഡന്റ് വിഷ്ണുദാസ്, CITU ഏരിയ സെക്രട്ടറി EN വാസുദേവൻ, CITU ഏരിയ പ്രസിഡന്റ് P ഗോവിന്ദൻ എന്നിവർ സംസാരിച്ചു. ഒരുപാട് തൊഴിലാളികൾ അവര് എന്തുകൊണ്ടോ ആ കുട്ടികൾ കൂടുതൽ ആളുകൾ അപകടത്തിൽ ജീവാപായം ഉണ്ടാകുന്നില്ല എന്നതിൽ ഞാൻ സന്തോഷിക്കുകയാണ്. കാരണം ഇത്ര മിനിറ്റിനുള്ളിൽ ഇത് കൊടുത്തില്ലെങ്കിൽ ശമ്പളമില്ല. അവർ സ്വയം തൊഴിൽ കണ്ടെത്തുന്നവരോ സ്ഥിരമായ ജോലിയുള്ളവരോ സ്ഥിരമായ കൂലിയുള്ളവരോ അല്ല, ജീവൻ പണയം വെച്ച് ജോലി ചെയ്യേണ്ടുന്ന സാഹചര്യമാണ് ഈ അത്യാധുനിക കാലഘട്ടത്തിൽ വിവിധ വിഭാഗം തൊഴിൽ മേഖലകളിലുള്ളത്. ഞാൻ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നില്ല. ഒരുപാട് നേതാക്കൾ CPMന്റെ ഏരിയ സെക്രട്ടറി ഉൾപ്പെടെ CPIയുടെ ഏരിയ സെക്രട്ടറി, CITU ജില്ലാ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ നിരവധി ആളുകൾ സംസാരിക്കാനുണ്ട്. അങ്ങനെ വിവിധ മേഖലകളിൽ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം ദൈന്യതയാർന്ന ജീവിത സാഹചര്യങ്ങളാണ് എല്ലാ വിഭാഗം തൊഴിലാളികൾക്കുമുള്ളത്. എല്ലാ തൊഴിൽ മേഖലകളിലും ഇന്ന് നമ്മളൊരു ചെറുത്തുനിൽപ്പിന്റെ പാതയിലാണ്. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കോങ്ങാട് INTUC റീജിയണൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മെയ് ദിന റാലി നടത്തി. തുടർന്ന് നടന്ന പൊതുയോഗം DCC അംഗം CN ശിവദാസൻ ഉദ്ഘാടനം ചെയ്തു. കോങ്ങാട് ടൗണിൽ നടത്തിയ മെയ് ദിന സന്ദേശ റാലിക്ക് KR മനുപ്രസാദ്, PC രാധാകൃഷ്ണൻ, അനൂപ് കരിമ്പ, TA സഹദേവൻ, M കൃഷ്ണൻ, CY നാസർ എന്നിവർ നേതൃത്വം നൽകി. തുടർന്ന് നടന്ന പൊതുയോഗത്തിൽ PK മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു. MC പൊന്നുകുട്ടൻ, KA ബാലകൃഷ്ണൻ, TU മുരളീകൃഷ്ണൻ, CM നൌഷാദ്, PA കൃഷ്ണൻകുട്ടി, CC കൃഷ്ണൻകുട്ടി എന്നിവർ സംസാരിച്ചു. എന്തിനാണ് മെയ് ദിനം ഒരു സന്ദേശ റാലിയായി അല്ലെങ്കിൽ മറ്റൊരു പരിപാടിയായി ആചരിക്കുന്നത്?
888 മുതൽ അന്താരാഷ്ട്ര തലത്തിലെ മെയ് 1 ലോക തൊഴിലാളി ദിനമായിട്ട് ആചരിച്ചു വരികയാണ്. സാമൂഹ്യക്രമത്തിൽ യാതൊരു ചിട്ടയുമില്ലാതെ തൊഴിലെടുക്കുന്ന ആളുകൾ അഹോരാത്രം പണിയെടുക്കുകയും മതിയായ വേതനം ലഭിക്കാതെ വരികയും ചെയ്യുന്ന സാഹചര്യങ്ങൾ തൊഴിലിടങ്ങളിൽ ലോകത്തെമ്പാടും ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു ഘട്ടത്തിലാണ് തൊഴിലാളികൾ സംഘടിക്കുന്നതും അവരുടെ തൊഴിലവകാശം സ്ഥാപിച്ചു കിട്ടണമെന്ന് ആവശ്യപ്പെടുന്നു. 12 മണിക്കൂർ, 18 മണിക്കൂർ, 20 മണിക്കൂർ വരെ തൊഴിൽ സ്ഥിരമായി ചെയ്തിരുന്ന തൊഴിലാളികൾ അവരുടെ വേതന വ്യവസ്ഥകൾ ഉണ്ടാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് നഗരത്തിൽ പോലീസിൻ്റെ സ്പെഷ്യൽ പട്രോളിംഗ്. സ്പെഷ്യൽ ഡ്രൈവിൽ 19 മോഷ്ടാക്കളാണ് ഇതുവരെ പിടിയിലായത്. കഴിഞ്ഞ ദിവസം മാത്രം 4 പേരെ സ്പെഷ്യൽ പട്രോളിംഗ് ടീം പിടികൂടി. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് ആൻറ്റി സോഷ്യൽ ആക്ടിവിറ്റി നടത്തുന്നവരെ കണ്ടെത്തുന്നതിനായുള്ള സ്പെഷ്യൽ ഡ്രൈവിൽ 4 പേർ കൂടി പിടിയിലായി. ഇതോടെ 19 മോഷ്ടാക്കളാണ് സ്പെഷ്യൽ ഡ്രൈവിൽ റിമാൻഡിലായത്. ശക്തൻ സ്റ്റാൻഡ് പരിസരത്തു നിന്ന് ഏപ്രിൽ 23-ന് KSRTCയിൽ കയറുന്നതിനിടെ എറണാകുളം സ്വദേശിയുടെ മൊബൈൽ മോഷണം നടത്തിയ കുഴൽമന്ദം ചാത്തന്നൂർ സ്വദേശി വടപ്പിള്ളി വീട്ടിൽ ശിവശങ്കര പണിക്കർ, നിലമ്പൂർ കുന്നുമേപ്പട്ടി സ്വദേശിയായ ചെമ്പിൽ വീട്ടിൽ ഷമീർ, കണ്ണൂർ വളപ്പട്ടണം സ്വദേശി പഴയ കല്യാളവളപ്പിൽ ഷാഹിർ, മലപ്പുറം പുതിയ കടപ്പുറം സ്വദേശി അരിയൻ്റെ പുരക്കൽ വീട്ടിൽ സൂഫിയാൻ എന്നിവരാണ് ഈസ്റ്റ് പോലീസിൻ്റെ പിടിയിലായത്. അന്വേഷണത്തിൽ പ്രതികൾക്ക് വിവിധ സ്റ്റേഷനുകളിലായി 24ഓളം കേസുകളുണ്ടെന്ന് വ്യക്തമായിട്ടുണ്ട്. സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ IPSന്റെ നിർദ്ദേശത്തിൽ അസിസ്റ്റന്റ് കമ്മീഷണർ സലീഷ് N ശങ്കരന്റെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ പട്രോളിംഗ് ടീം കഴിഞ്ഞ ദിവസങ്ങളിലായി 15ഓളം മോഷ്ടാക്കളെ പിടികൂടി റിമാൻഡ് ചെയ്തിരുന്നു. തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുള്ള സ്പെഷ്യൽ പട്രോളിംഗ് ടീം നഗരത്തിൽ തുടരുമെന്ന് പോലീസ് കമ്മീഷണർ അറിയിച്ചു. അന്വേഷണ സംഘത്തിൽ ഈസ്റ്റ് പോലീസ് ഇൻസ്പെക്ടർ MJ ജിജോ, സബ് ഇൻസ്പെക്ടർ ബിബിൻ P നായർ, സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ഗിരീഷ്, സിവിൽ പോലീസ് ഓഫീസർമാരായ സൂരജ്, അജ്മൽ എന്നിവരുമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാർലിക്കാട് സെൻറ്ററിന് സമീപം നിയന്ത്രണം വിട്ട ലോറി വൈദ്യുതി പോസ്റ്റ് തകർത്തു. അപകടത്തിൽ ആർക്കും പരിക്കില്ല. അതേസമയം പ്രദേശത്ത് വൈദ്യുതി വിതരണം ഏറെ നേരം തടസ്സപ്പെട്ടു. ഇന്ന് രാവിലെ 11 മണിയോടെയാണ് സംഭവം. ഷൊർണൂർ തൃശൂർ സംസ്ഥാന പാതയിൽ തൃശൂർ ഭാഗത്തു നിന്ന് വടക്കാഞ്ചേരി ഭാഗത്തേക്ക് വരികയായിരുന്ന മരത്തടികൾ കയറ്റിയ ലോറിയാണ് അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം വിട്ട ലോറി ഇലക്ട്രിക് പോസ്റ്റിൽ ഇടിച്ചു കയറി. ഇടിയുടെ ആഘാതത്തിൽ പോസ്റ്റ് ലോറിക്ക് മുകളിലേക്ക് ഒടിഞ്ഞു തൂങ്ങുകയായിരുന്നു. ഡ്രൈവർ ഉൾപ്പെടെ ലോറിയിലുണ്ടായിരുന്നവർ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത്. അതേസമയം പോസ്റ്റ് തകർന്നതോടെ മേഖലയിൽ വൈദ്യുതി ബന്ധം താറുമാറായി. KSEB ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി ഏറെ നേരത്തെ പരിശ്രമത്തിലൂടെയാണ് വൈദ്യുതി ബന്ധം പുനഃസ്ഥാപിച്ചത്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മകരത്താവളം കോട്ടായ റോഡിൽ അപകടക്കെണിയായി കൂറ്റൻ മരം. മകരത്താവളം EMS നഗറിന് സമീപമാണ് ഗതാഗതത്തിനും സമീപവാസികൾക്കും ഭീഷണിയായി മരം നിലകൊള്ളുന്നത്. കഴിഞ്ഞ ദിവസം ശക്തമായ മഴയിൽ മരത്തിൻ്റെ ചില്ലകൾ പൊട്ടിവീണതിനെ തുടർന്ന് മേഖലയിലെ വൈദ്യുതിയും ഗതാഗതവും നിലച്ചിരുന്നു. 1 മണിക്കൂറോളം ഗതാഗതം തടസ്സപ്പെട്ടു. രാത്രിയായതിനാൽ വലിയ ദുരന്തം ഒഴിവായി. മരച്ചില്ല പൊട്ടി വൈദ്യുതി ലൈനിലേക്കാണ് വീണത്. ചെരിഞ്ഞു നിൽക്കുന്ന മരം യാത്രക്കാർക്കും സമീപവാസികൾക്കും അപകട ഭീഷണി ഉയർത്തുന്നു. മരം വെട്ടിമാറ്റണമെന്നാവശ്യപ്പെട്ട് മങ്കര പഞ്ചായത്തിൽ നിരവധി പേർ ഒപ്പിട്ട് പരാതി നൽകി മാസങ്ങൾ കഴിഞ്ഞു. എന്നാൽ പൊതുമരാമത്ത് വകുപ്പ് സ്ഥലം സന്ദർശിച്ചു പോകുകയല്ലാതെ തുടർ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. പരാതി പഞ്ചായത്തിൽ കൊടുത്തിട്ടുണ്ട്. ഒരു 6 മാസം മുമ്പോട്ട് ഞാൻ പരാതി കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്, സെക്രട്ടറിക്ക് കൊടുത്തിട്ടുണ്ട്. ഇത് അത്രയും ആൾക്കാരുടെ ഒപ്പിട്ടുണ്ട് അല്ലേ. ഇത് ഡേഞ്ചറാന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇവരാരും ആക്ഷൻ എടുത്തില്ല. പിന്നെ PW ആൾക്കാർ വന്നു, അവരൊന്ന് ഫോട്ടോ എടുത്തിട്ട് പോയി. ഇത് ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ ഡേഞ്ചറാണ്. ബൈക്കിൽ കണ്ടമാനം കാറും ബൈക്കും വരുന്നതാണ്. ഞങ്ങൾ ആംബുലൻസ് ഡ്രൈവറാണ്. ഞങ്ങളിത് എപ്പോഴും കൊണ്ടുപോകണം വീണിട്ട്. അത് വിഷമമാണ്, അതുകൊണ്ടാണ് പറഞ്ഞത്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. മഴയെത്തു മുൻപ് മരം വെട്ടിമാറ്റണമെന്നാണ് പ്രദേശത്തുകാരുടെ ആവശ്യം. മരം വീണാൽ വൈദ്യുതി കമ്പികളിൽ നിന്ന് നിരവധി വീടുകൾക്ക് കേടുപാടുകൾ സംഭവിക്കാൻ ഇടയുണ്ടെന്നും പരിസരവാസികൾ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. അപകടക്കെണിയായി മങ്കര വെള്ള റോഡിലെ കനാൽപാത. കനാൽപാതയ്ക്ക് കൈവരിയില്ലാത്തതാണ് അപകട ഭീഷണി ഉയർത്തുന്നത്.
കൈവരി സ്ഥാപിക്കാൻ ഉടൻ നടപടി വേണമെന്ന ആവശ്യം ശക്തമാണ്. ദിനംപ്രതി 100 കണക്കിന് വാഹനങ്ങൾ പോകുന്ന റോഡാണിത്. അടിയൊന്നു തെറ്റിയാൽ 15 മീറ്റർ താഴ്ചയുള്ള കനാലിലേക്ക് വീഴും. റോഡ് തൊട്ടിലുമിയാണ് കനാൽ കടന്നുപോകുന്നത്. SBI ശാഖയുടെ മുൻവശത്താണ് അപകടം പതിയിരിക്കുന്നത്. ഇവിടെ എസ് ആകൃതിയിലുള്ള വളവും അപകടത്തിന് ആക്കം കൂട്ടുന്നു. കനാൽ പാതയിൽ കൈവരി സ്ഥാപിച്ചാൽ ഗതാഗതത്തിന് എളുപ്പമാകും. പലപ്പോഴും മങ്കര വെള്ള റോഡിൽ നിന്നും കാളിക്കാവ് റോഡിലേക്ക് എത്താനുള്ള എളുപ്പവഴി കൂടിയാണിത്. ബന്ധപ്പെട്ടവർ കൈവരി സ്ഥാപിക്കാൻ നടപടിയെടുക്കണമെന്നാണ് ജനകീയ ആവശ്യം. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ബാലസംഘം വേനൽത്തുമ്പി കലാജാഥയ്ക്ക് ഷൊർണൂർ നെടുങ്ങോട്ടൂർ കുതിരക്കണ്ടത്തിൽ സ്വീകരണം നൽകി. മുണ്ടായ, വടക്കുംമുറി, പരുത്തിപ്ര, നെടുങ്ങോട്ടൂർ, ഗണേശ്ഗിരി പ്രദേശങ്ങളിൽ നിന്നുള്ള കുട്ടികൾ വേനൽത്തുമ്പികളെ വരവേൽക്കാൻ എത്തിയിരുന്നു. കുട്ടികളിൽ ആവേശം സൃഷ്ടിച്ചാണ് ബാലസംഘത്തിൻ്റെ വേനൽത്തുമ്പികൾ നെടുങ്ങോട്ടൂർ കുതിരക്കണ്ടത്തിൽ പറന്നെത്തിയത്. മുണ്ടായ, വടക്കുമുറി, പരുത്തിപ്ര, നെടുങ്ങോട്ടൂർ, ഗണേശ്ഗിരി എന്നീ പ്രദേശങ്ങളിൽ നിന്ന് വേനൽത്തുമ്പികളെ വരവേൽക്കാൻ കുട്ടികളെത്തിയിരുന്നു. ബാലസംഘം നെടുങ്ങോട്ടൂർ യൂണിറ്റ് സെക്രട്ടറി MS ലക്ഷ്മി സ്വാഗതം പറഞ്ഞു. CPM ഷൊർണൂർ ലോക്കൽ സെക്രട്ടറി ND ദിൻഷാദ്, ബാലസംഘം സംഘാടക സമിതി കൺവീനർ N നാരായണൻ, അംഗങ്ങളായ ഷൊർണൂർ നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ P സിന്ധു, T മുരളീധരൻ, VC സിന്ധു, P ജിഷ, MK രാമചന്ദ്രൻ, KR മോഹൻദാസ്, സുരേഷ് ബാബു എന്നിവർ കുട്ടികൾക്ക് നിർദ്ദേശങ്ങൾ നൽകി. ഷൊർണൂർ ജാല പാലിയേറ്റീവ് കെയറിൻ്റെ സ്നേഹോപഹാരം S കൃഷ്ണദാസ്, KT ജോർജ്, R മണി എന്നിവർ വേനൽത്തുമ്പികൾക്ക് സമ്മാനിച്ചു. നഗരസഭാ ചെയർമാൻ MK ജയപ്രകാശ് വേനൽത്തുമ്പികൾക്ക് സ്നേഹോപഹാരം നൽകി. വേനൽത്തുമ്പികളുടെയും സ്വീകരിക്കാനെത്തിയ കുട്ടികളുടെയും വിവിധ കലാപരിപാടികളുമുണ്ടായി. ന്യൂസ് സെന്റർ, ഷൊർണൂർ. കോട്ടായി അയ്യങ്കുളം അല്ലമീൻ ബാലിക അനാഥ അഗതി മന്ദിരത്തിൻ്റെ നേതൃത്വത്തിൽ നിർധനരും അനാഥരുമായ യുവതികൾക്ക് മംഗല്യ സൗഭാഗ്യമൊരുക്കി. യതീംഖാന ഹാളിൽ നടന്ന സമൂഹ വിവാഹ സദസ്സും ഹാജി സംഗമവും ഡോക്ടർ ബഷീർ ഫൈസി ദേശമംഗലം ഉദ്ഘാടനം ചെയ്തു. അതിലൊക്കെ നല്ലത് ഇവിടെ വേറെ.
അതിരാവിലെ നീച്ച് പള്ളികൾക്ക് പോയിട്ട് ആ തഹജ്ജുദും മറ്റു നിസ്കാരങ്ങളൊക്കെ നിസ്കരിച്ച് നല്ല റാഹത്തോടുകൂടെ പള്ളിക്കത്ത് സുബഹി നിസ്കരിച്ച് പുറത്തിട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ എല്ലാ ബാക്ക് 7ന്റെയും എല്ലാ ജിമ്മിന്റെയും എല്ലാ എക്സസൈസിന്റെയും ഗുണം കിട്ടുമെന്ന് പഠിപ്പിച്ച നബിയാണ് മുഹമ്മദ് മുസ്തഫ. ഫസുബ്ഹാന നശീതൻ ത്വയ്യിബൻ നഫ്സി. കോട്ടായി താജുദ്ദീൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. വിവാഹത്തിന് സയ്യിദ് ഇമ്പിച്ച് കോയത്തങ്ങൾ ലക്കിടി കാർമ്മികത്വം വഹിച്ചു. സമൂഹ വിവാഹം നമുക്ക് എല്ലാവരും സഹായം നടത്താൻ ഇപ്പോൾ വർഷത്തിന് 1 പ്രാവശ്യത്തിൽ നടത്തേണ്ടി വരുന്ന ഘട്ടങ്ങളുണ്ടാവും. കാരണം പ്രായത്തിൻ്റെ ചില പരിധിയൊക്കെ പാലിച്ചുകൊണ്ടൊക്കെ പറ്റുള്ളൂ. അങ്ങനെയുള്ള കാരണങ്ങളാണ്. പിന്നെ ആണെങ്കിലോ എല്ലാ നിലക്കുള്ള സാമ്പത്തികമായ പ്രതിസന്ധികൾ. മാനു മുസ്ലിയാർ വല്ലപ്പുഴ മുഖ്യപ്രഭാഷണവും റിയാസ് ഫൈസി ഐലശ്ശേരി അനുഗ്രഹ പ്രഭാഷണവും നിർവഹിച്ചു. അൽ അമീൻ അനാഥ അഗതി മന്ദിരം സെക്രട്ടറി CP അബൂബക്കർ ദാരിമി സ്വാഗതവും സിദ്ദിഖ് ഫൈസി മണ്ണാർക്കാട് പ്രാർത്ഥനയും നിർവഹിച്ചു. ന്യൂസ് ബ്യൂറോ, കോട്ടായി. 3 ദിവസങ്ങളിലായി നടന്നുവന്ന ചേലക്കര മാരിയമ്മൻ പൂജാ മഹോത്സവത്തിന് സമാപനമായി. ആഘോഷ പരിപാടികളുടെ ഭാഗമായി ക്ഷേത്രത്തിൽ പൊങ്കാല സമർപ്പണം നടന്നു. നിരവധി സ്ത്രീകൾ പൊങ്കാല സമർപ്പണത്തിൽ പങ്കെടുത്തു. 3 ദിവസങ്ങളിലായി പ്രത്യേക പൂജകളും നടന്നിരുന്നു. ആഘോഷ പരിപാടികളിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. പ്രധാന വാർത്തകൾ വീണ്ടും. മഹിളാ കോൺഗ്രസ് മഹിളാ സാഹസ് കേരള യാത്രയ്ക്ക് പാലക്കാട് ജില്ലയിൽ ഉജ്ജ്വല വരവേൽപ്പ്. കേരളത്തിലെ അമ്മമാരുടെ കണ്ണീരിന് വില കൽപ്പിക്കാത്ത മുഖ്യമന്ത്രിയെ താഴെയിറക്കാൻ മുൻപന്തിയിലുണ്ടാകുക അമ്മമാരും സഹോദരിമാരുമായിരിക്കുമെന്ന് അഡ്വക്കേറ്റ് ജെബി മേത്തർ MP. നേട്ടങ്ങൾ ആഘോഷിക്കാനില്ലാത്ത ഇടത് സർക്കാരിൻ്റെ വാർഷികാഘോഷം ധൂർത്തു മാത്രം. ജനങ്ങളോട് പ്രതിബദ്ധതയില്ലെന്ന് സർക്കാർ തെളിയിച്ചു കഴിഞ്ഞെന്നും ജെബി മേത്തർ. പോരാട്ടങ്ങളുടെ ആവേശസ്മരണകളുമായി നാടെങ്ങും മെയ്ദിനാഘോഷം. വിവിധ കേന്ദ്രങ്ങളിൽ നടന്ന റാലികളിൽ അണിനിരന്നത് ആയിരക്കണക്കിന് തൊഴിലാളികൾ. പല കേന്ദ്രങ്ങളിലും മെയ്ദിന റാലികൾ തൊഴിലാളി വർഗ ഐക്യത്തിൻ്റെ വിളംബരമായി. തൃശൂർ പൂരത്തോടനുബന്ധിച്ച് നഗരത്തിൽ പോലീസിന്റെ സ്പെഷ്യൽ പെട്രോളിംഗ്. 4 പേർ കൂടി സ്പെഷ്യൽ പെട്രോളിംഗ് ടീമിന്റെ പിടിയിൽ. ഇതുവരെ പിടിയിലായത് 19 മോഷ്ടാക്കൾ. വടക്കാഞ്ചേരി പാർലിക്കാട് നിയന്ത്രണം വിട്ട ലോറി ഇലക്ട്രിക് പോസ്റ്റ് ഇടിച്ചു തകർത്തു. പോസ്റ്റ് ലോറിക്ക് മുകളിലേക്ക് ഒടിഞ്ഞു തൂങ്ങി. ആർക്കും പരിക്കില്ല. അപകടക്കെണിയായി മങ്കര വെള്ള റോഡിലെ കനാൽ പാത. പാതയോരത്ത് കൈവരി സ്ഥാപിക്കണമെന്ന ആവശ്യം ശക്തം. മങ്കര താവളം കോട്ടായ റോഡിലെ വൻമരം അപകട ഭീഷണിയെന്ന് പരാതി. ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിച്ചു. നമസ്കാരം.